24. വേദിയിൽ ഫളിലുർ റഹ്മാൻ കുറ്റിപ്പുറം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹീസുന്ന സ്റ്റുഡന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അൽമവദ്ദ മീലാദ് ഫസ്റ്റിന്റെ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയത്. നാഥൻ ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. എനിക്കിന്ന് ഇവിടെ പറയേണ്ടത് കഥയാണ്. എൻ്റെ കഥയുടെ പേര് പ്രജക്ഷോഭതാൽപന്യനായ രാജാവ് എന്നാണ്. ആ രാജാവ് ധാരാളം ഖുർആൻ മനഃപ്പാഠമുള്ള ആ രാജാവിൻ്റെ പേരാണ് മഹ്മൂദ് അൽ ഗഫന്തി. തൻ്റെ രാജ്യത്തെ ഏഴ് പ്രവശ്യകളാക്കി നാട്ടുരാജാക്കന്മാരെയും അതിനെ ഏൽപ്പിച്ചു. അതിന് ഒരു രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേരാണ് സുഹറ എന്ന്. മഹ്മൂദ് അൽ ഗഫന്തിയുമായി സുഹറയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചതായിരുന്നു. അങ്ങനെ ഒരിക്കൽ മഹ്മൂദ് അൽ ഗഫന്തി നായാട്ടിന് പോകാൻ വേണ്ടി ശരീരത്തിൽ മുഴുവനും എണ്ണ തേച്ചുകൊണ്ട് കൊട്ടാരത്തിൽ മട്ടുപാവിൽ ഉലാത്തുകയായിരുന്നു. അങ്ങനെ ഖുർആൻ അധിക താല്പര്യം കാണിച്ചിരുന്ന ആ മഹ്മൂദ് അൽ ഗഫന്തി ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് സൂറത്തുൽ ആലിമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹ്മൂദ് അൽ ഗഫന്തിക്ക് ഒരു സംശയം. എന്താണ് സംശയം? എല്ലാ അധികാരവും ഊരിയെടുക്കാൻ കഴിവുള്ളവൻ നീയാണെങ്കിലും, എല്ലാ അധികാരവും തരാൻ കഴിവുള്ളവൻ നീയാണെങ്കിലും എൻ്റെ അധികാരമൊന്ന് നീ ഊരുന്നതെന്ന് ഞാൻ കാണട്ടെ. അപ്പോഴതാ പെട്ടെന്ന് ഒരു ഭടൻ ഓടി വരുന്നു. മഹാരാജ, മഹാരാജ! അവിടെ നിന്ന് ഓടി വന്നിട്ട് മഹാരാജാവിനെ വിളിക്കുന്നു. രാജാവ് ചോദിച്ചു, എന്താ? അപ്പോൾ ഭടൻ പറഞ്ഞു, കൊട്ടാര ഭൂമുറ്റത്ത് ഒരു പുലി. പുലിയോ? അതെ, പുലി. രാജാവ് കൊട്ടാരത്തിന്റെ മുറ്റത്തെത്തി. ഭടന്മാർ പുലിയെ ഓടിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പക്ഷെ പുലി പിന്മാറുന്ന വിഷയമല്ല. അങ്ങനെ രാജാവ് കുതിരപ്പുറത്ത് വാളൂരിക്കൊണ്ട് ആ പുലിയെ പിന്തുടരുകയാണ്. പുലി ഇടതൂർന്നൊരു കാട്ടിലേക്ക് ഓടുകയാണ്. അങ്ങനെ നീണ്ട പോരാട്ടത്തിന് ഒടുവിൽ പുലി അപ്രത്യക്ഷനാവുകയാണ്. അങ്ങനെ ക്ഷീണം കാരണം ആ മഹ്മൂദ് അൽ ഗഫന്തി, തൻ്റെ ശരീരത്തിൽ എണ്ണ തേച്ച ആ മഹ്മൂദ് അൽ ഗഫന്തി ഒരു പാറപ്പുറത്ത് സുഖമായി കിടന്നുറങ്ങുന്നു. അതേ സമയത്ത് സുഹറയുടെ കൊട്ടാരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. സുഹറയുടെ ആഭരണങ്ങൾ മുഴുവനും ഒരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയിക്കുന്നു. രാജാവ് ഇതറിഞ്ഞപ്പോൾ രാജാവ് കോപിതനായി. ആരെവിടെ? ഇന്നേക്ക് 3-ാമത്തെ ദിവസം ആ കള്ളനെ എനിക്ക് മുമ്പിൽ ഹാജരാക്കുകയും ഇല്ലെങ്കിൽ നിങ്ങളുടെ തലകൾ ഞാൻ വെട്ടുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇവരാകെ ഭയന്നു. നാടാകെ തിരഞ്ഞു. പക്ഷേ ആ കള്ളനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ കാട്ടിലോട്ട് കയറി. നാട് വിടാൻ വേണ്ടി അവർ കാട്ടിലോട്ട് കയറി. അങ്ങനെ കാട്ടിലോട്ട് കയറുന്ന സമയത്ത് വഴിയിലൊരു സാധനം പാറപ്പുറത്ത് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അവരൊന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ ശരീരത്തിന് മുഴുവനും എണ്ണ തേച്ചുകൊണ്ട് സുഖമായി കിടന്നുറങ്ങാം. കള്ളനാണെന്ന് കരുതി മഹ്മൂദ് അൽ ഗഫന്തിയെ, പാവം മഹ്മൂദ് അൽ ഗഫന്തിയെ പിടിച്ചു കെട്ടി ആരും അറിയാതെ കൊട്ടാരത്തിൽ വിചാരണ ചെയ്തു. 2 കൈകളും മുറിച്ചു. വേദനയാൽ മധുരമൂറും സ്വരത്തിൽ ഖുർആൻ പാരായണം ചെയ്തു. അതിൽ ആകൃഷ്ടരായ സുഹറ തൻ്റെ ഉസ്താദായി കിട്ടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഉസ്താദായി കിട്ടി. അങ്ങനെ ഒരു ദിവസം മഹ്മൂദ് അൽ ഗഫന്തി ആലിമ്രാനിലെ 26-ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതി കൊടുക്കുന്ന സമയത്ത് മഹ്മൂദ് അൽ ഗഫന്തി ബോധം കെട്ടു വീണു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇത് തൻ്റെ ഭാവി ഭരണാണെന്ന് തിരിഞ്ഞത്, മഹ്മൂദ് അൽ ഗഫന്തിയാണെന്ന് തിരിഞ്ഞത്. അങ്ങനെ ഒരു കള്ളന് ഭർത്താവായി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ ആ സുഹറ ഒരു ഭ്രാന്തിയെ പോലെ ആ കൊട്ടാരത്തിൽ അഭിനയിച്ചു. അങ്ങനെ രാജാവ് ആ കല്യാണത്തിന് സമ്മതിക്കുകയാണ്.
അന്ന് രാത്രി മഹ്മൂദ് ഓഫന്തി തടവറയിലിരുന്നു കൊണ്ട് താൻ ചെയ്ത പാപത്തെ മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഉറക്കം വന്നു. അങ്ങനെ ഉറങ്ങുന്ന സമയത്തതാ കിനാവില് മുത്തുനബി വരുന്നു. മുത്തുനബിയോട് തൻ്റെ വേദനകളെല്ലാം പറഞ്ഞു. അങ്ങനെ മുത്തുനബി 2 കൈകളും നീട്ടാൻ പറഞ്ഞപ്പോൾ മഹാത്ഭുതം, 2 കൈ മുറിച്ച സ്ഥലത്ത് മുത്തുനബിയുടെ സ്പർശനമേറ്റപ്പോൾ ആ 2 കൈകളും തിരിച്ചു കിട്ടി. ഇതാകെ കൊട്ടാരമൊട്ടാകെ അറിയപ്പെട്ടു. അങ്ങനെ രാജാവിന് മനസ്സിലായി ഇത് മഹ്മൂദ് ഓഫന്തിയാണെന്ന്. അങ്ങനെ മഹ്മൂദ് ഓഫന്തിയുടെ കാലിൽ വീണിട്ട് പറഞ്ഞു, മാപ്പാക്കണം രാജാവേ. അപ്പോൾ മഹ്മൂദ് ഓഫന്തി പറഞ്ഞു, നിങ്ങൾ എന്നോട് അറിയാതല്ല തെറ്റ് ചെയ്തത്, ഞാൻ എൻ്റെ റബ്ബിനോട് അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്തത്, എനിക്കതിനുള്ള ശിക്ഷയാണ് ലഭിച്ചത്. കൂട്ടുകാരെ, ഏത് കാര്യവും അള്ളാഹു ഉദ്ദേശിച്ചാൽ മറിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശുഭം. എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.